ഇന്ന് ഞാൻ അന്ന് നട്ട ചെടികളുണ്ടല്ലോ, തക്കാളി, വഴുതനങ്ങ, മുളക്, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് കാണിക്കണത്. അന്ന് അപ്പോഴേക്കത്ത് നട്ടിരുന്നില്ലേ. അതിപ്പോൾ ദേ വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങ കായ ഉണ്ടായി വന്നുള്ളൂ. അപ്പോൾ ഞാനത് പിടിച്ചിട്ടതാണ്. പിന്നെ മുളക് ഉണ്ടായിട്ടുണ്ട്, പിന്നെ പച്ച കളറിലെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തക്കാളിയാണ് കൂടുതലുണ്ടായി കാണുന്നത്. വഴുതനങ്ങയും ഇഷ്ടംപോലെ പൂവിട്ട് വന്നുണ്ട് കേട്ടോ. പച്ച കളറിലുള്ള വഴുതനങ്ങ അതിൽ ഇത്തിരി വലുതായ വഴുതനങ്ങയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുളകൊക്കെ വന്നുള്ളൂ. മുളക് ചിലതിൽ 3-4 ഉണ്ട്. ഇപ്പോൾ വന്നുള്ളൂ. മുളക് ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് വന്നുള്ളൂ. പൂട്ട് നിൽക്കണ്ടല്ലാത്തല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ നടുന്നത് എപ്പോഴും നല്ല തൈകൾ കൊണ്ടെന്ന് അറിഞ്ഞോട്ടെ. വീട്ടിലുള്ളതൊക്കെ നമ്മൾ നട്ടാലേ എപ്പോഴും ചിലത് പിടിക്കും, പക്ഷേ എപ്പോഴും അത് പിടിക്കണമെന്നില്ല. ചിലതത് പിടിക്കാണ്ടും പോകും. പക്ഷേ ഇങ്ങനെയുള്ള നല്ലനം കൊണ്ട് നട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കായെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. പിന്നെ അതിന് ഇത്തിരി വെയിലുള്ളിടത്തും കൊണ്ട് നടണം. നമ്മൾ എല്ലാ ദിവസവും ഒന്ന് നോക്കണം. ഞങ്ങൾ കുറച്ച് മരുന്നൊക്കെ മടിക്കുമായിരുന്നു. മരുന്ന് മറ്റേ ജൈവ മരുന്നാണ് കേട്ടോ, അല്ലാണ്ട് കീടനാശികളൊന്നും അടിച്ചിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. ഒന്ന് ചെടിനെ ചെന്ന് നോക്കിയാൽ മതി. ഉണ്ട് അന്ന് ഞാൻ നട്ട കടലാസ് ചെടി ഇപ്പോൾ പൂവുണ്ടായിട്ടുണ്ട്. ഒരു ചെമ്പരത്തിയുടെ ആദ്യത്തെ പൂവാണിത്. ആദ്യം ഉണ്ടാക്കുന്ന പൂവാണ്. പിന്നെ ഞങ്ങളുടെ ഇപ്പുറത്തെ പറമ്പിലൊരു നട്ടാക്കനാണിത്. ചുരക്ക നട്ടാക്കനാണ് കേട്ടോ. ഇത് നട്ടതൊന്നും കാണിച്ചില്ല. ഈ പാവൽ കണ്ട അധികം ചെടി കൊണ്ട് ഒരു 12 ചെടി കൊണ്ട് നട്ടതാണ്. എന്നിട്ട് ആ മഴയത്ത് ബാക്കി എല്ലാവരും പോയി. പിന്നെ ഇതേ കോവലും പടത്തിയിട്ടുണ്ട്. ഇത് പാവലാണ്. കോവലും പടത്തിയത് ശരിക്കും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആര് നട്ടാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും.